നമസ്കാരം. DBFS സ്റ്റോക്ക് വാച്ചിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ആഴ്ചകൾ കണ്ട വലിയ ഇടിവിൻ്റെ തുടർച്ച പോലെ കഴിഞ്ഞ വാരവും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സൂചികകൾ താഴോട്ട് തന്നെ പോയി. വാരത്തിൽ മൊത്തം കണ്ട താഴ്ചയെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപക്ഷെ വ്യാഴാഴ്ചത്തെ വലിയ നേട്ടങ്ങൾ തിങ്കളാഴ്ചയും തുടരുമോ എന്ന സാമാന്യമായ ചോദ്യമാണ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചത്തെ നേട്ടങ്ങൾ തുടരാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റിലുണ്ടായ ഫോളിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഗ്ലോബൽ ക്യൂസിനെ വെച്ചിട്ടാണ്. അതായത് യൂറോപ്പിൽ ഗ്രീസ്, സ്പെയിൻ, പോർച്ചുഗൽ പോലെയുള്ള രാജ്യങ്ങൾ ഒരു പേയ്മെൻറ്റ് ക്രൈസിസ് നേരിടുന്നു എന്നുള്ള ദുബായിലുണ്ടായ പോലത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു എന്നുള്ള ന്യൂസ് വന്നപ്പോഴാണ് ആക്ച്വലി ഗ്ലോബൽ മാർക്കറ്റിലെ FIs വലിയ സെല്ലേഴ്സായിട്ട് മാറിയത്. എന്നാൽ വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കും ആ ഒരു സിറ്റുവേഷൻ ഈസ് ഔട്ടായി. മറ്റ് യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ജർമ്മനിയും ഫ്രാൻസും മറ്റുമൊക്കെ ഗ്രീസിനെ സഹായിക്കും, അവർക്ക് വേണ്ട ഗ്യാരണ്ടീസും ഫണ്ടും ഒക്കെ കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നതോടുകൂടി മാർക്കറ്റ് വ്യാഴാഴ്ച ഗ്ലോബലി ഒരു റിക്കവറി വന്നു. അപ്പോഴാണ് ഇന്ത്യയിലും റിക്കവറി ഉണ്ടായത്. സ്റ്റോക്ക് വാച്ചിൽ വളരെ പെട്ടെന്ന് ഞങ്ങൾ ടെലിഫോൺ ചോദ്യങ്ങളിലേക്ക് പോകുന്നു, കാത്തിരിക്കുക. DBFS സ്റ്റോക്ക് വാച്ചിൽ അടുത്ത ചോദ്യം ശ്രീ വിനയനാണ്. അദ്ദേഹം ഇരിങ്ങാലക്കുടയിൽ നിന്നും ടെലിഫോൺ ഡയലുണ്ട്. പക്ഷേ വിനയൻ, ഏതൊക്കെ സ്റ്റോക്കിനെ കുറിച്ചാണ് ചോദിക്കേണ്ടേ? ഏത് ലെവലിലാണ് വിനയൻ? കഴിഞ്ഞ ദിവസം താന്ന് വന്നപ്പോൾ വാങ്ങിയതാണോ? ഓക്കെ. അത് ഇപ്പോൾ വ്യാഴാഴ്ച ക്ലോസ് ചെയ്തപ്പോൾ 1017 ലെവലിലാണ് റിലയൻസ് ഇൻഡസ്ട്രി നിൽക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രിയുടെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നു ഇത്തവണ. ആളുകൾ പ്രതീക്ഷയിലും നല്ല റിസൾട്ടാണ് വന്നത്. ഗ്ലോബലി അവർക്ക് ഒരു വാല്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി അക്വയർ ചെയ്യാനായിട്ട് കാനഡയിൽ ശ്രമിക്കുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു പെട്രോ കെമിക്കൽ കമ്പനി US അക്വയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള ന്യൂസുകളുണ്ട്. അവർ തന്നെ ട്രഷറി സ്റ്റോക്ക് സെല്ല് ചെയ്ത് കണ്ടമാനം ക്യാഷ് കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ പല ആംഗിളിൽ നോക്കുമ്പോൾ റിലയൻസ് ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേ തന്നെയാണ്, സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. വരും ദിവസങ്ങളിൽ റിലയൻസിൽ നിന്ന് നമുക്ക് പല നല്ല മൂവ്മെൻറ്റ്സ് തന്നെ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം പ്രത്യേകിച്ച് ഈ പെട്രോ കെമിക്കൽ പ്രൈസിങ്ങിനെ സംബന്ധിച്ചും ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് തീർച്ചയായിട്ടും മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് സമീപ ഭാവിയിൽ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രിയിൽ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഒരു മോശം സ്റ്റോക്കല്ല, വളരെ നല്ല സ്റ്റോക്കാണ്. നമസ്കാരം. DBFS സ്റ്റോക്ക് വാച്ചിൽ അടുത്ത ചോദ്യം ശ്രീ രാജൻ, അദ്ദേഹം മണ്ണാർക്കാട് നിന്നും ടെലിഫോൺ ലൈനിലുണ്ട്. മിസ്റ്റർ രാജൻ, ചോദിച്ചോളൂ, ഏതൊക്കെ സ്റ്റോക്സിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്? ഇതൊക്കെ ഏത് ലെവലിൽ വാങ്ങിയതാ രാജൻ? ഞാൻ വാങ്ങിയതിന്റെ വില 166 രൂപ വെച്ച് വാങ്ങിയതാണ്. ഇപ്പോൾ വളരെയധികം അസോസിയേഷൻ്റെത് അത് വളരെയധികം ഈ സമയത്ത് വളരെയധികം താഴ്ന്നു നിൽക്കുകയാണ്. 130 റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 166 റേഞ്ചിലാണ് ട്രേഡ് ചെയ്തത്. ഇപ്പൊ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് സാർ? എനിക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ? അത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തെങ്കിൽ എനിക്ക് പ്രോഫിറ്റോട് കൂടിയിട്ട് അത് സെയിൽ ചെയ്യാൻ പറ്റുമോ? യെസ്, JP അസോസിയേറ്റ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് JP അസോസിയേറ്റ്സ്. ആദ്യമേ അവർ സിമെൻറ്റിൽ തുടങ്ങി, പിന്നെ കൺസ്ട്രക്ഷനിൽ പോയി, പിന്നെ റിയൽ എസ്റ്റേറ്റിൽ പോയി, ഇപ്പോൾ എല്ലാ മേഖലകളും വർക്ക് ചെയ്യുന്നുണ്ട്. സിമെൻറ്റ് കമ്പനികൾക്ക് കഴിഞ്ഞ ആഴ്ച കുറച്ചൊരു ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആയിരുന്നു. 120 രൂപ വരെ താന്നിട്ട് വന്നിട്ട് JP അസോസിയേറ്റ്സ് തിരികെ 132 റേഞ്ചിലാണ്, ഇപ്പം 130 രൂപ റേഞ്ചിലാണ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ JP അസോസിയേറ്റ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയൊരു അപ്വേർഡ് മൂവ്മെൻ്റ് ഉള്ള ചാൻസുകൾ ഇപ്പം ഷോർട്ട് പീരീഡിൽ കാണാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ. DBFS Stock Watch brought to you by DBFS for complete wealth management solutions, because we know how. Co-sponsored by paisamani.com. Bajaj Ecolex CFL 5 ഇരട്ടി കൂടുതൽ പ്രകാശത്തോടെ.